ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് ബാത്റൂം ക്ലീനിങ് ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ബാത്റൂം ക്ലീനിങ്ങിൻ്റെ ടിപ്സുമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇതുപോലെ ബാത്റൂം കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളുടെ ചാനൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബും ചെയ്യുക. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെ നമ്മുടെ ബാത്റൂമിലെ ക്ലോസറ്റ് നമുക്ക് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോപ്പും പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ സോപ്പും പൊടി ഉണ്ടാവട്ടെ. ഒരു തവിയിലാണ് സോപ്പും പൊടി ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ബാത്റൂമൊക്കെ കഴുകാൻ വളരെ നല്ലൊരു ടിപ്സാണ്. ഉപ്പ് മാത്രം കൊണ്ടും ബാത്റൂം കഴുകാം. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ബാത്റൂം നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ അപ്പക്കാരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാത്റൂമൊക്കെ നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ഞാൻ കംഫർട്ടാണ് ഉപയോഗിച്ചെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കംഫർട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോപ്പും പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് സോപ്പും പൊടിയൊക്കെ നല്ല രീതിയിലൊന്ന് കലങ്ങി കിട്ടുക. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് നേരം നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ആവശ്യത്തിന് വീണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കണം. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ബാത്റൂം ഒന്ന് കഴുകി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാത്റൂം ഒന്ന് കഴുകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സാധാരണ ഈ വല കൊണ്ടൊന്നാണ് ബാത്റൂം ഒന്ന് കഴുകുന്നത്. അപ്പോൾ നിങ്ങളെന്താണോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കുറേശ്ശെ ഈ ചുമരിലും അതുപോലെ താഴെയും അതുപോലെ ബക്കറ്റിലും കപ്പിലും എല്ലായിടത്തും ഞാനിത് കുറേശ്ശെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷനും തന്നെ നമ്മൾ ക്ലോസറ്റിലും കുറേശ്ശെ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മൾ കപ്പും ബക്കറ്റും ഒക്കെയാണ് തേച്ച് കഴുകുന്നത്. അപ്പോൾ കപ്പുമ്മലുള്ള വഴുവഴുപ്പും ഒക്കെ തന്നെ ഇതുകൊണ്ടൊന്ന് തേച്ച് കഴുകുമ്പോൾ പോകും കേട്ടോ. അതുപോലെ തന്നെ ബക്കറ്റിലുള്ള കറകളും എല്ലാം നമുക്ക് ഈ ഒരു ടിപ്സ് മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ബക്കറ്റിലൊക്കെ കുറച്ച് മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പം ഞാനിത് നിങ്ങൾക്ക് ഈ ടിപ്സ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയാണ് ബാത്റൂം ഒന്ന് കഴുകിയെടുക്കുന്നത്. നല്ല രീതിക്ക് ബാത്റൂം അഴുക്ക് പിടിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഉരച്ച് കഴുകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കറകളൊക്കെ ഒന്ന് മാഞ്ഞു പോകും. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പതയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ വെള്ളം ചേർത്ത് വേണം. വെള്ളം അതിന്മേൽ ഒഴിച്ചോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ അതിന് ചെറിയൊരു പതയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ക്ലോസറ്റും കഴുകിയെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാകും കേട്ടോ. എല്ലാ കറകളൊക്കെ പോയി നല്ല രീതിയിൽ നിങ്ങൾക്കിപ്പോൾ കാണുന്ന തന്നെ ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ നല്ലൊരു തിളക്കമുണ്ട് കേട്ടോ. നമ്മുടെ ബാത്റൂമൊക്കെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്ന ഒരു ടിപ്സാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ ക്ലോസറ്റ് കഴുകാൻ വേറെ, ബാത്റൂം കഴുകാൻ വേറെ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഓരോന്നായിട്ട് വാങ്ങേണ്ടി വരും. പക്ഷേ ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് മാത്രം മതി നമ്മുടെ ബാത്റൂം പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ ചുമരും ക്ലോസറ്റൊക്കെ നമ്മളിവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ക്ലോസറ്റിൻ്റെ മേൽഭാഗമൊക്കെ ഞാൻ അതുപോലെ ഒന്ന് ഒരുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതുപോലെ നമുക്ക് ഈ ബാത്റൂമിൻ്റെ താഴ്ഭാഗം ബാക്കിയുള്ള ചുമര് ഭാഗമൊക്കെ അടിഭാഗമൊക്കെ ഒന്ന് ഇതുപോലൊന്ന് ഉരച്ച് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തേച്ച്
തേച്ചതിന് ശേഷം ഞാനിത് അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ നല്ല മാറ്റമുണ്ട് ബാത്റൂമിന്. അപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ. നമ്മൾ സോപ്പും ഇതൊക്കെ വെക്കുന്ന ഭാഗം അതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാത്റൂം ഇതാ നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.